അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തേതൊരു ഈവനിങ് വ്ളോഗാട്ടോ. അപ്പം ഒരു മടി പിടിച്ചിരിക്കുന്ന ഒരു ഈവനിങ് എടുത്തിട്ടുള്ളൊരു വ്ളോഗാണ്. അതായത് നമുക്കൊന്നും ചെയ്യാൻ തോന്നാത്തൊരു ദിവസങ്ങളുണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ ദിവസം എടുത്തിട്ടുള്ളൊരു വ്ളോഗാട്ടോ. ഭയങ്കര മടി പിടിച്ചിരിക്കുന്ന സമയം ഞാൻ വീട്ടിലെ ലൈറ്റ്സും എല്ലാം ഓണാക്കിയിട്ട് എൻ്റെ മൂഡും ഒന്ന് ഓണാക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. ലൈറ്റിങ്ങും കാര്യങ്ങളും ആ ഒരു വീടിൻ്റെ ആ ഒരു ആംബിയൻസ് മാറുന്ന സമയത്ത് തന്നെ നമ്മളെ മൂഡിനും ഒരു ഡിഫറൻസ് വരുമല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര മൂഡ് കാര്യങ്ങളൊക്കെ ഓഫ് ആവുന്ന സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ കുക്ക് ചെയ്യാനും നല്ല മടിയായിരുന്നു കേട്ടോ. പക്ഷേ പുറത്തുനിന്ന് കഴിക്കണ്ടെന്ന് വിചാരിച്ച് എന്തെങ്കിലും പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചെമ്മീനോടൊരു കപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനെ കപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞാൻ ഗ്രോസറി ഷോപ്പിംഗ് നടത്തിയ സമയത്ത് ഈ ഒരു കപ്സിൻ്റെ ഒരു മിക്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഉള്ളിയും തക്കാളിയും എല്ലാം വഴറ്റിയിട്ട് വരുന്ന ഒരു പ്രീ മിക്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ജസ്റ്റ് ആ ഒരു പേസ്റ്റ് ഇട്ട് കൊടുത്താൽ നമുക്ക് ഉള്ളി അരിയെ അല്ലെങ്കിൽ തക്കാളി അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ എന്ത് മീറ്റാണോ എടുക്കുന്നത് അത് ജസ്റ്റ് ആ ഒരു പേസ്റ്റിൽ കുക്ക് ചെയ്യുക, റൈസ് ഇടുക, അത്രേ പണി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നിപ്പം എന്തായാലും അതുകൊണ്ടൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ചെമ്മീനോണ്ടാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെമ്മീനാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും ചെയ്യുമല്ലോ. അപ്പം ഫ്രീസറിലാണെങ്കിൽ ഓൾറെഡി കുറച്ച് ചെമ്മീൻ ക്ലീനാക്കി വെച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ബട്ടറിൽ ചെമ്മീനൊന്ന് അവിടെ സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചെമ്മീൻ്റെ തല ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ റൈസൊന്നും ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ചെമ്മീൻ്റെ തല എടുക്കാറില്ല. ഫ്രൈ ആക്കുന്ന സമയത്തൊക്കെ ഞാൻ തല എടുക്കുകയുള്ളൂ. ഇങ്ങനെ എന്തെങ്കിലും റൈസൊക്കെ ആക്കുന്ന സമയത്ത് ഞാൻ ആ തല വെച്ചിട്ട് സ്റ്റോക്ക് എടുക്കും. എന്നിട്ട് ആ ഒരു സ്റ്റോക്കിലാണ് ഞാൻ ആ റൈസൊക്കെ കുക്ക് ചെയ്യുക. ചെമ്മീൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ബട്ടറിലൊന്ന് സോട്ടായി വരുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എത്ര സ്പൂണാണ് വേണ്ടത് വെച്ചാൽ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ആ ഒരു മിക്സ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ചെമ്മീൻ സ്റ്റോക്ക് എടുക്കാൻ സമയത്ത് എത്രയാണോ ഞാൻ അരി എടുക്കുന്നത് അതിൻ്റെ പകുതി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബാക്കി പകുതി നമ്മൾ നോർമൽ തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ ഒരു മസാലയും ചെമ്മീനും എല്ലാം ഒന്ന് കുക്കായതിന് ശേഷം ഞാൻ അതിലേക്ക് അരിയും പിന്നെ നമ്മൾ ഇപ്പോൾ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റോക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര പണിയുള്ളൂ, നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കപ്സ് ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഈ ഒരു മിക്സ് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് കാരണം നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനോ ബീഫോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതേപോലെ ചെമ്മീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു റൈസ് തട്ടിക്കൂട്ടാലോ. അപ്പം ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. കഴിക്കാനൊക്കെ ഇങ്ങനെ ഒരു പ്രീ മിക്സ് വാങ്ങിച്ചുണ്ടാക്കിയതാണെന്നൊന്നും തോന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചൊരു ഫ്രഷ് ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൊറിയാണ്ടർ ലീവ്സും മിൻറ്റ് ലീവ്സും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കിതിൻ്റെ രണ്ടിൻ്റെയും ഫ്ലേവർ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ കുറച്ച് ഹോൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പെപ്പർ കോൺസ് പിന്നെ അതേപോലെ ജീരകം അങ്ങനത്തെ ഒക്കെ നമുക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ സോൾട്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്ര പണിയുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അത്ര പണിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ മടി പിടിച്ച് നിൽക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഐറ്റാട്ടോ. ഇന്നിപ്പം വേഗം പണിയെല്ലാം തീർത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. ഞാൻ 1-2 സാധനങ്ങൾ
ഓർഡർ ചെയ്തത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ റൈസ് ഉണ്ടാക്കിയതാണ്. സാധാരണ ഞങ്ങൾ രാത്രിയിൽ അങ്ങനെ റൈസ് കഴിക്കലില്ല. പിന്നെ ഇന്നിപ്പോൾ മടി ആയതുകൊണ്ടും പിന്നെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ടുമാണ് ഇങ്ങനൊരു കപ്സ് ഉണ്ടാക്കിയത്. അപ്പോൾ റൈസ് അവിടെ കുക്കാവുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നമ്മൾ റൈസ് റെഡിയായി. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു രാവിലെ കുട്ടികൾക്ക് ടിഫിനിലൊക്കെ കൊടുക്കാനൊക്കെ ഇങ്ങനെ ബെസ്റ്റായിരിക്കും. നമുക്ക് ജസ്റ്റ് ഈ ഒരു പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് റൈസ് ഇട്ട് കൊടുത്താൽ ആ ഒരു ഫ്ലേവർ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ മീറ്റ് ഇല്ലെങ്കിൽ പോലും ആ ഒരു ഫ്ലേവർ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഫുഡെല്ലാം കഴിച്ച് പിന്നെ പുറത്തിറങ്ങി. അപ്പോൾ ഞാൻ ക്ലിക്ക് ആൻഡ് കളക്റ്റ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിവിടെ അടുത്ത് WTC മോളിലായിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പം ഞാനിത് കുറച്ചായി എടുത്തിട്ട് ആ ഒരു ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ അങ്ങനെ ആ ഒരു സെയിലൊക്കെ നടക്കുന്ന സമയത്തായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഓൺലൈനാകുമ്പോൾ നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആണല്ലോ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് വീട്ടിൽ തന്നെ നല്ല നമ്മളെ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് ഷോപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ അധികം ഓൺലൈൻ തന്നെയാണ് ഷോപ്പ് ചെയ്യുക. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ബ്രാൻഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നുണ്ട് നമ്മളുടെ ഏത് സൈസാണെന്നുള്ളത്. പിന്നെ നമുക്ക് ഓൺലൈൻ ഓർഡർ ചെയ്യാൻ ബെസ്റ്റ്. പിന്നെ ഇപ്പോൾ മിക്ക ബ്രാൻഡ്സും ഓർഡറിങ് ആയാലും റിട്ടേൺ ആയാലൊക്കെ ഭയങ്കര ഈസിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈൻ ഓർഡർ ചെയ്താലും അങ്ങനെ വലിയ ഇഷ്യൂവും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ചില സമയത്ത് നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓൺലൈനിലാണ് കുറച്ചും കൂടിയും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറ്. അങ്ങനെ അത് കളക്ട് ചെയ്യാൻ വേണ്ടി സ്റ്റോറിൽ ചെന്ന സമയത്ത് ഞാൻ അവിടുത്തെ കുറച്ച് കളക്ഷനും ഒക്കെ നോക്കി. ഓൾമോസ്റ്റ് ഓൺലൈനിലുള്ളത് തന്നെയാണ് ഉണ്ടാവുക. പിന്നെ ഞാൻ മോൾക്കുള്ള 1-2 ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ എനിക്ക് അധികം സമയം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പെട്ടെന്ന് കളക്ട് ചെയ്ത് വരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് മോൾ അവിടെ കാറിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ണോടിച്ച് നോക്കി. നമുക്ക് എന്തായാലും സെയിലൊക്കെ കണ്ടാൽ എന്തായാലും ഒന്ന് നോക്കാതെ വിടാൻ പറ്റില്ലല്ലോ. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി വെച്ച് ഇനിയിപ്പം എന്തായാലും ഒന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങാനുണ്ട്. അപ്പം വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അങ്ങനെ നമ്മളെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളിവിടെ തൊട്ടടുത്തുള്ളൊരു പാർക്കിലേക്ക് പോയിട്ടോ. അപ്പം ഇത് നാഷണൽ ഡേ ആവാനായ ഒരു സമയത്തായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം റോഡിലെ ഡെക്കറേഷൻസും ആ ഒരു പിന്നെ വിൻ്റർ ആയതുകൊണ്ട് ഒരു നല്ല ക്ലൈമറ്റും എല്ലാം കൂടി ആയിട്ട് നല്ലൊരു വൈബായിരുന്നു. അപ്പം രാത്രിയാകുമ്പോൾ മോളെയും കൂട്ടിയിട്ട് എവിടെയെങ്കിലും പാർക്കിലൊക്കെ പോയിട്ട് കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾക്ക് നമ്മളൊരു ടോയ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് എടുത്തിട്ട് അവളൊന്ന് ഹാപ്പി ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ അവിടെ അടുത്തുള്ള കോർണിഷിൽ തന്നെയുള്ള ഒരു ഫാമിലി പാർക്കിൽ പോയി. പിന്നെ UAE പിന്നെ വിൻ്ററായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പുറത്തായിരിക്കുമല്ലോ. ഇനിയിപ്പോൾ വീക്കെൻഡ് എന്നില്ല, വീക്ക് ഡേയ്സ് എന്നില്ല, എല്ലാവരും പുറത്തിറങ്ങാനാണ് പ്രിഫർ ചെയ്യുക. ആ ഒരു ക്ലൈമറ്റ് മാക്സിമം എൻജോയ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ. അപ്പോൾ അന്നും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. നല്ല എന്താ പറയുക, നല്ല സുഖമുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പം നമ്മളും ഒരു ജ്യൂസൊക്കെ വാങ്ങിച്ച് അങ്ങനെ മോളെയും കൊണ്ടിട്ട് അവൾക്ക് ബബിൾസ് വരുന്ന ഒരു ടോയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഇഷ്ടമാണ് ബബിൾസ് കൊണ്ട് കളിക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു ടോയ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓണാക്കി നോക്കാമെന്നും കൂടി വിചാരിച്ചിട്ട് പോയതാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.